അവസാന ശുശ്രൂഷകളാണ് ഇത് പറയുന്നത്. ആ ശുശ്രൂഷയുടെ ഗൗരവം മനസ്സിലാക്കി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. അതിനാൽ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥന. ജഡപ്രകാരം മരിച്ച നല്ലവനും മനമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാവമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കപടത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുണ്ടായി ലോകത്തിൽ നിന്ന് മരണം മൂലം വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ ദാസന്റെ ശവസംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ ചിന്തകരിപ്പും ആനന്ദങ്ങളുടെ വാസ്തവവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോട് ന്യായം വിധിക്കുകയും ഓരോരുത്തന് അവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്ത് മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. പിതാപുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും വീഴ്ചയും മാന്യപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിലനിൽക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപാടുകൾ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്തിട്ടുള്ളോ. നീതിയുടെ സൂര്യൻ തന്റെ പ്രകാശത്തിന്റെ കല്ലുകൾ കൊണ്ട് കവറിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്ത സാക്ഷാൽ പ്രകാശവും